എട്ടാം ദിവസമാണ് കർണാടകയിലെ ഷിരൂരിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നത്. പ്രതീക്ഷ പൂർണ്ണമായി തന്നെ നശിച്ചു എന്ന് ചില ആളുകൾ പറയുമ്പോഴും ഇപ്പോഴും കേരളം അർജുന് വേണ്ടിയുള്ള തെരച്ചിലും കാത്തിരിപ്പും തുടരുകയാണ്. രാവിലെ മുതൽ തന്നെ മലയാളിയായ ലോറി ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ തുടങ്ങിയിരുന്നു. ഗംഗാവാലി പുഴയുടെ തീരത്ത് അർജുൻ വാഹനം പാർക്ക് ചെയ്തു എന്ന് കരുതുന്ന സ്ഥലത്തിൻ്റെ എതിർവശത്താണ് തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നത്. പുഴയിലും തെരയുന്നുണ്ട്. ഇടവിട്ട് പെയ്യുന്ന ശക്തമായ മഴ തടസ്സമാകുന്നുണ്ടെങ്കിലും സൈന്യം തെരച്ചിൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് നിഖിലെയും സരീഷ് പി കെയും ചേരുന്നുണ്ട്. അവിടെ സരീഷ് നേരത്തെ മുതൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവൻ നേരവും അവിടെ നിന്ന് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് സരീഷിലേക്ക് ആദ്യം പോകാം. നിഖിൽ കൂടെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സരീഷ്, ഇന്നലെ അർജുൻ്റെ അമ്മയടക്കമുള്ള ബന്ധുക്കൾ തന്നെയും വന്ന് പ്രതീക്ഷ ഏതാണ്ട് കൈവിട്ട നിലയിലാണ് തങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. കേരളം പക്ഷേ കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ഒരു പോസിറ്റീവായുള്ള വിവരങ്ങൾക്ക് വേണ്ടി. ഈ 8 ദിവസമായിട്ട് തെരച്ചിൽ തുടരുകയാണ്. ഇപ്പോൾ മഴ ശക്തമായിട്ട് പെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള വിവരങ്ങൾ അവിടെ നിന്ന് ലഭ്യമാകുന്നുണ്ടോ? നിർണായകമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ റഡാർ പരിശോധനയിൽ കരയിൽ നിന്നും 40 മീറ്റർ അകലെ ചില സിഗ്നലുകൾ കണ്ടെത്തിയിരുന്നു. അവിടെ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുകയും ചെയ്യുന്നത്. ഈ വാഹനം ഇതിനകത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ സൈന്യം പറയുന്നത്. ഇന്നലെ തന്നെ അവർ അത്തരത്തിലൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. അതായത് റോഡിൽ നിന്നും 40 മീറ്റർ അകലെ പുഴയിൽ കൂടുതൽ മണ്ണ് നീക്കം ചെയ്താൽ അവിടെ ഈ വാഹനം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ചില റഡാറിൻ്റെയും ഒപ്പം മറ്റ് ചില സംവിധാനങ്ങളും ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുകയും ആ സൈന്യം അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ളൊരു പരിശോധന തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ അത് അല്ലെങ്കിൽ വാഹനം അതിനകത്തുണ്ട് എന്ന് കണ്ടെത്തിയാൽ പോലും അത് പുറത്തേക്കെടുക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ജോലിയാണ്. കാരണം ഗംഗാവലി പുഴ എന്ന് പറയുന്നത് വലിയൊരു ആഴമേറിയ പുഴയാണ്. അതിലേതാണ്ട് 25 അടിയോളം താഴ്ച നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ മലയിടിഞ്ഞ് മുകളിൽ നിന്നും താഴേക്ക് ഈ പുഴയിലേക്ക് പതിച്ചതോടെ അതിൻ്റെ ഉയരം, അതായത് ഈ നടുഭാഗത്ത് പോലും അല്ലെങ്കിൽ പുഴയുടെ നടുഭാഗത്ത് പോലും മൺതിട്ടകൾ രൂപപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഏതാണ്ട് 30 അടിയോളം ഉയരത്തിലാണ് 35ഓളം അടി ഉയരത്തിലാണ് മണ്ണുള്ളത്. ആ മണ്ണ് മുഴുവനായി നീക്കം ചെയ്താൽ മാത്രമേ ഈ വാഹനം കണ്ടെത്താനാകൂ. നിലവിലെ സാഹചര്യത്തിൽ നാവികസേനയും കരസേനയും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമാവാൻ പോകുന്നത് അവിടെ ഒരു ഭാഗത്ത് മാത്രം, നേരത്തെ സിഗ്നൽ ലഭിച്ച ഒരു ഭാഗത്ത് മാത്രം കുഴിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഏതെങ്കിലും രീതിയിൽ അവിടെ ഈ വാഹനമുണ്ടെങ്കിൽ തീർച്ചയായും ആ വാഹനത്തിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ കൂടുതൽ സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിക്കാൻ നാവികസേനയും കരസേനയും തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ കൂടുതൽ ആഴത്തിൽ, അതായത് 15-20 മീറ്റർ താഴേക്ക് അല്ലെങ്കിൽ താഴെയുള്ള ലോഹപദാർത്ഥങ്ങൾ പോലും കണ്ടെത്താൻ സഹായിക്കുന്ന മിഷൻ ഉപയോഗിച്ചാണ് ഇപ്പോൾ സാങ്കേതിക വിദഗ്ധർ പരിശോധന നടത്തുന്നത്. പക്ഷേ അവിടെ വെല്ലുവിളിയാവുന്നത് നേരത്തെ പറഞ്ഞ പോലെ മഴ തന്നെയാണ്. കാരണം കൂടുതൽ ഒരേ സമയത്ത് മഴയും ശക്തമായ കാറ്റും ഉണ്ടാവുമ്പോൾ രക്ഷാപ്രവർത്തനം ചെറിയ മന്ദഗതി ഉണ്ടെങ്കിലും നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇടവിട്ട മഴ വലിയൊരു തിരിച്ചടി തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ കുഴിച്ചുള്ളൊരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നേരത്തെ നമ്മൾ ചില ആളുകളുമായി, അവിടെ പ്രവർത്തിക്കുന്ന ആളുകളുമായി സംസാരിച്ചപ്പോൾ ശുഭസൂചകമായി ചില സൂചനകൾ ഉണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ അപ്പോഴും വലിയ പ്രതീക്ഷ നൽകാത്തൊരു കാര്യം, 8 ദിവസമായി ഇപ്പോൾ വാഹനമുണ്ട് എന്ന് കരുതുന്നത് പുഴയിലാണ്. നേരത്തെ കരയിലാണെങ്കിൽ ഒരുപക്ഷെ അതിന് മുകളിൽ മണ്ണ് വീണാലും ക്യാബിനുള്ളിലാണെങ്കിൽ വലിയ പ്രതീക്ഷയുണ്ട് എന്നായിരുന്നു. പക്ഷേ 8 ദിവസമായി ഈ വാഹനം പുഴയിലാണെങ്കിൽ എത്രത്തോളം പ്രതീക്ഷ അർപ്പിക്കണം എന്നൊരു കാര്യത്തിലൊക്കെ ഇപ്പോഴും ചില ആശങ്കകളൊക്കെ ഉണ്ട്. കുടുംബം ഉൾപ്പെടെ പറഞ്ഞതാണ്. രാവിലെ നമ്മളുമായി ജിതിൻ സംസാരിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ജിതിൻ സംസാരിച്ചിരുന്നു. അപ്പോഴും ശരി, ഞാൻ സരീഷ് താങ്കളിലേക്ക് വരാം. കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് ആവശ്യമുണ്ട്. സരീഷ് മുഴുവൻ നേരവും അവിടെ നിന്ന് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം ഉണ്ടായ ഉടനെ, ഈ വാർത്ത പുറത്ത് എത്തിയ ഉടനെ കനത്ത മഴയും അവിടുത്തെ അപകടാവസ്ഥയും പരിഗണിക്കാതെ അങ്ങോട്ടേക്ക് കേരളത്തിൽ നിന്ന് ഓടിയ മാധ്യമപ്രവർത്തകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട
ആളാണ് സരീഷ്. അവിടെ ആദ്യ ദിവസം മുതൽ തന്നെ ഉണ്ട്. കാസർഗോഡ് നിന്ന് അപ്പോൾ തന്നെ വാഹനമെടുത്ത് അങ്ങോട്ട് പോയതാണ്. മുഴുവൻ നേരത്തെയും വിവരങ്ങൾ അവിടെ നിന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നിഖിൽ കൂടെ നമ്മോടൊപ്പം ചേരുന്നു. നിഖിൽ ഇന്നാണ്, എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെയാണ് അവിടെ എത്തിയത്. അവിടെ കണ്ട കാഴ്ച നമ്മൾ റിപ്പോർട്ടിങ്ങിലൂടെയും സരീഷിനോട് സംസാരിക്കുമ്പോഴൊക്കെ വിവരങ്ങൾ അറിയുന്നുണ്ട്. കേരളത്തിൻ്റെ ആകെ ഒരു ഹൃദയവേദനയായിട്ട് മാറിയിരിക്കുകയാണ് അർജുന. ഏതെങ്കിലും നിലയ്ക്ക് എന്തെങ്കിലും ഒരു സൂചന ലഭിക്കുക എന്നത് എല്ലാവരുടെയും ആവശ്യമായി മാറിയിട്ടുണ്ട്. ആ വീട്ടുകാരുടെ മാധ്യമങ്ങളോട് സംസാരിച്ചതൊക്കെ അങ്ങേയറ്റം വല്ലാത്ത ഒരു വേദന മനുഷ്യരിൽ ഉണ്ടാക്കുന്നതാണ്. കേരളത്തിൻ്റെ ആകെ ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ദിവസങ്ങൾ ടി വിയിലൂടെയും മറ്റും വാർത്ത അറിഞ്ഞിട്ട് അവിടെ ചെന്നിറങ്ങിയപ്പോൾ നിഖിലിന് തോന്നിയ കാര്യങ്ങൾ എന്താണ്? നിഖിൽ എന്താണ് അവിടെ കണ്ടത്? എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? സനീഷ് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, പ്രതീക്ഷ കൈവിടാതെ എല്ലാവരും കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. സനീഷ് ഈ പറഞ്ഞതുപോലെയുള്ള തിരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ഹെലികാം ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാകും. 3ഓളം മണ്ണുമാന്തി യന്ത്രങ്ങളാണ് നിലവിൽ ഈ മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകട സ്ഥലത്തിൻ്റെ മറ്റൊരു വശത്ത് ഏകദേശം 200 മീറ്റർ മാറി മാത്രമാണ്. ഏതായാലും പതിവ് പോലെ തന്നെ പോലീസ് അങ്ങോട്ട് മാധ്യമപ്രവർത്തകരെ കടത്തിവിടാതെ തടഞ്ഞു വെച്ച ഒരു സാഹചര്യമുണ്ട്. അതിനപ്പുറത്തേക്ക് സനീഷ്, നമ്മൾ ഈ പറയുന്നത് പോലെ തുടക്കത്തിൽ ഈ രക്ഷാപ്രവർത്തനവും തിരച്ചിലുമൊക്കെ വളരെ മന്ദഗതിയിൽ പോയിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ മനുഷ്യസാധ്യമായ കാര്യങ്ങൾ ഇവിടെ കുറവാണ് എന്നുള്ളതാണ്. യന്ത്രസഹായത്തോടെയും സാങ്കേതിക സഹായത്തോടെയും ഒക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതികൂല ഘടകങ്ങൾ നിരവധിയാണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം ഈ ഗംഗാവാലി പുഴയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഈ പുഴയുടെ വീതി ഉൾപ്പെടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നതാണ്. വലിയ വീതിയിൽ 200 മീറ്ററോളം വീതിയിൽ പലയിടത്തും ഒഴുകുന്ന പുഴയാണ്. ഒപ്പം പെയ്തുകൊണ്ടിരിക്കുന്ന മഴ വലിയ തടസ്സമാകുന്നുണ്ട്. ശക്തമായ കാറ്റാണ്. ഇവിടെ മഴ പെയ്യുമ്പോൾ ശക്തമായ കാറ്റ് കൂടി ഉണ്ടാകുന്നു. അതൊക്കെ ഉണ്ട്. എന്നാൽ അതൊന്നും പരിഗണിക്കാതെ ഉള്ള ഒരു തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ എനിക്കൊപ്പം ഇപ്പോൾ ഒരു കൂട്ടം ഈ തിരച്ചിലിൽ സ്ഥിരമായി പങ്കെടുത്തു, അതായത് തുടക്കം മുതൽ ഇന്ന് ഒരു മണിക്കൂർ മുന്നേ വരെ പങ്കെടുത്ത ആളുകൾ നമുക്കൊപ്പം ഉണ്ട്. നിങ്ങൾ ഇന്നും തിരച്ചിലിൻ്റെ ഭാഗമായി പങ്കെടുത്തവരാണല്ലേ? എന്താണ് അവസാന ഈ ഒരു സമയത്ത് അവിടെ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്? അവസാന സമയത്ത് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അർജുന് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നുള്ളതിന് തന്നെയുള്ള ഒരു പ്രതീക്ഷയാണ്. ആ രീതിയിലുള്ള നല്ലൊരു ബറ്റാലിയന് ഇപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും ഈ പുഴയുടെ തീരത്തേക്ക് മാത്രമായിട്ട് ഈ തെരച്ചിൽ മാറിക്കഴിഞ്ഞല്ലേ? ഇപ്പം പൂർണ്ണമായിട്ടും പുഴൻ്റെ സൈഡിലേക്ക് മാത്രമാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു 15-20 മീറ്റർ വീതിയിലും ഒരു 60-70 മീറ്റർ നീളത്തിലുള്ള ഒരു 2 ആളായിട്ടുള്ള മണ്ണ് ഇപ്പോൾ JCB ഉപയോഗിച്ച് ഇറ്റാച്ചി ഉപയോഗിച്ചിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സനീഷ്, ഈ പ്രവർത്തനമാണ് നടക്കുന്നതെങ്കിൽ പോലും ഇവിടെ ഇന്ന് പോലും നമുക്ക് പ്രതീക്ഷ എന്ന് പറയുന്നത് എത്രത്തോളമാണ് എന്നതിലൊരു സംശയം ഉയർത്തുന്ന കാര്യം. ഏകദേശം 40 അടിയോളം ഈ പുഴയുടെ ആഴമുണ്ടല്ലേ? ഏതാണ്ട് 35-40 അടിയോളം ഈ പുഴയുടെ ആഴമുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ 40 അടിയോളമുള്ള പുഴയിലേക്കാണ് ഏകദേശം 15 അടിയോളം ഉയരത്തിൽ മണ്ണ് വന്ന് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അത്തരത്തിൽ അവിടെ ലോറി ഉണ്ടെങ്കിൽ തന്നെ വളരെയധികം മണ്ണ് അവിടെ നിന്ന് മാറ്റേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഈ പ്രതീക്ഷകൾക്ക് ഇന്ന് എങ്കിലും കണ്ടെത്താമെന്ന പ്രതീക്ഷകൾക്ക് ചെറിയ മങ്ങലേൽപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ഇവിടെ നിന്ന് പറയേണ്ടത് കൂടിയുണ്ട്. കാരണം നമ്മൾ ഈ അപകടത്തിൽപ്പെട്ട ലോറിയുടെ സാങ്കേതിക മികവിനെ കുറിച്ചൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ആ ലോറി അതുപോലെ തന്നെ നിൽക്കാനുള്ള സാധ്യത, ഒപ്പം ലോറിക്കടിയിൽ 3-4 ദിവസം ഓക്സിജൻ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത്തരം സാധ്യതകൾക്കും അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഈ പറയുന്ന നിഖിൽ, ഞാൻ വരാം താങ്കളിലേക്ക്. ഒന്നുകൂടെ സരീഷിലേക്ക് പോയതിനു ശേഷം, സരീഷ്, അവിടെ ഇപ്പോഴും തെരച്ചിൽ തുടരുന്നുണ്ട്. ആദ്യ ദിവസങ്ങളിൽ കേൾക്കുമ്പോൾ ഒരു 2-3 ദിവസം കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് വാഹനത്തെ അർജുനെ പുറത്തെത്തിക്കാം, അർജുൻ തിരിച്ചു വരും വീട്ടിലേക്ക് എന്ന വലിയ പ്രതീക്ഷ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അവിടെ ഈ തരത്തിലുള്ള വേണ്ട ജാഗ്രതയോടെയുള്ള, വേണ്ട ആവേശത്തോടെയുള്ള ഒരു മനുഷ്യനകത്ത് കിടക്കുകയാണ്. എത്രയും പെട്ടെന്ന് ആളെ പുറത്തേക്ക് എത്തിക്കണമെന്ന ഒരു പൂർണ്ണ ശ്രദ്ധയോടെ, പൂർണ്ണ ഊർജ്ജത്തോടെയുള്ളൊരു പ്രവർത്തനം നടക്കുന്നില്ല എന്ന തോന്നലുണ്ടായിരുന്ന പല മലയാളികളിൽ ഒരാളായിരുന്നു ഞാനും. പക്ഷേ പിന്നീട് അവിടെ വലിയ തോതിലുള്ള, നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള മണ്ണിടിച്ചിലാണ് ഉണ്ടായത് എന്ന വിവരങ്ങൾ കൂടെ ലഭിക്കുമ്പോൾ ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താനാവുന്നതല്ല എന്ന തോന്നൽ പല ആളുകൾക്കും ഉണ്ടാകുന്നുണ്ട് താനും. യഥാർത്ഥത്തിൽ കുറെ കൂടെ നേരത്തെ, കുറെ കൂടെ നല്ല തോതിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഇതിനകം അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമായിരുന്നു എന്ന തോന്നലാണോ സരീഷിനുള്ളത്? അല്ലെങ്കിൽ അവിടുത്തെ ഈ പ്രത്യേക സാഹചര്യം, നേരത്തെ നിഖിലും കൂടെ പറഞ്ഞ ആ പ്രത്യേക സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ വലിയ ദുഷ്കരമായൊരു ദൗത്യമാണ്, ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യം തന്നെയാണത് എന്ന തോന്നലാണോ സരീഷിനുണ്ടായിരിക്കുന്നത്?
സനീഷ, ഒരുപക്ഷെ ഇതിലും വലിയൊരു അപകടങ്ങളൊക്കെ കണ്ടിട്ടുള്ളവരാണ് മലയാളികൾ. ഒരു ഗ്രാമം ഒന്നാകെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യമൊക്കെ കാണുകയും അതിൽ നിന്ന് അതിവേഗം ആളുകളെ കണ്ടെത്തുകയും രക്ഷാപ്രവർത്തനവും ഒക്കെ നടത്തുകയും ചെയ്ത ഒരു സംസ്ഥാനത്ത് നിന്ന് നമ്മൾ ആ വാർത്ത, ഞാൻ ഉൾപ്പെടെയുള്ളവർ അത് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നേരിട്ട നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത് ഒരുപക്ഷെ ചെറിയൊരു അപകടമാണെന്നും ഈ അപകടത്തിൽ കൃത്യമായ ആദ്യഘട്ടം മുതൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താനാകാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്രയും സമയമെടുക്കില്ലായിരുന്നു എന്ന തോന്നലൊക്കെ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. കാരണം രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ആദ്യഘട്ടം മുതൽ നടന്നത്. ഒന്ന്, ഈ റോഡിലേക്ക് മണ്ണ് വീണു, വാഹനങ്ങൾ ഒഴുകിപ്പോയി എന്ന് മാത്രമാണ് ആദ്യഘട്ടത്തിൽ പോലീസിനും റവന്യൂ വകുപ്പിനും ജില്ലാ ഭരണകൂടത്തിനും വിവരങ്ങൾ ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ആദ്യം പരിശോധന നടത്തിയത് പുഴയിൽ ഒലിച്ചുപോയ വാഹനങ്ങൾ കണ്ടെത്തുക, ഒലിച്ചുപോയ ആളുകളെ കണ്ടെത്തുക എന്നുള്ള പരിശോധന മാത്രമായിരുന്നു നടത്തിയത്. അതിൽ ടാങ്കർ ലോറി ഉൾപ്പെടെ കണ്ടെത്തുന്നു, ചില മൃതദേഹങ്ങൾ തിരിച്ചെടുക്കാനാവുന്നു. പിന്നീട് കർണാടക സർക്കാരിൻ്റെ ആവട്ടെ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ആവട്ടെ ഏറ്റവും വലിയ പരിശ്രമം ഈ റോഡ് പുനർഗതാഗതത്തിന് തുറന്നു കൊടുക്കുക എന്നതായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇടത് ഭാഗം ചേർന്നുകൊണ്ട് അപ്പോഴും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രദേശവാസികളും നാട്ടുകാരും അന്ന് ഈ ദൃക്സാക്ഷികളും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് റോഡിൻ്റെ ഇടതുവശത്താണ്, അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായ പരിശോധന നടത്തണം എന്നുള്ളതാണ്. അതോടൊപ്പം റോഡിൻ്റെ വലതുഭാഗത്താണ് ഒരു ഹോട്ടലുള്ളത്. ആ ഹോട്ടലിൽ നിരവധി ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആരൊക്കെയാണ് ഈ അപകട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് എന്നത് കാര്യത്തിൽ ഒരു നിശ്ചയവുമില്ല. അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നാഷണൽ ദേശീയപാത ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ, വാഹനങ്ങളൊക്കെ ഇതിനകത്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുഴക്കരയോട് ചേർന്നുള്ള ഭാഗത്തും പരിശോധന നടത്തണം എന്ന കാര്യമാണ് ഇവരെല്ലാം ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ രണ്ട് പരിശോധനയും കൃത്യമായി നടന്നില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ടത്തിലെ ഗൗരവകരമായ വീഴ്ച. കാരണം ദേശീയപാതയോരത്തുള്ള മണ്ണ് മുഴുവനായി ഈ പുഴക്കരയിലേക്ക് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നൊരു ലക്ഷ്യമാണ് ആദ്യഘട്ടത്തിലുണ്ടായത്. അപ്പോൾ ഈ വലതുഭാഗത്ത്, അതായത് റോഡിൻ്റെ വലതുഭാഗത്തുള്ള മണ്ണ് മുഴുവനായി പുഴയിലേക്ക് തട്ടിയ ശേഷം ആ റോഡിലൂടെയാണ് പിന്നീട് ഈ രക്ഷാപ്രവർത്തനത്തിനുള്ള ആ വാഹനങ്ങളൊക്കെ എത്തിച്ചത്. പക്ഷേ അപ്പോഴും അവിടെ പരിശോധിക്കാൻ, അതായത് ഈ പുഴയോടും കരയോടും ചേർന്നുള്ള ഭാഗത്ത് കൃത്യമായി പരിശോധന നടത്താൻ ആരും തയ്യാറായില്ല എന്നുള്ളത് ഗൗരവകരമായ വീഴ്ചയാണ്. അവിടെ തന്നെയാണ് ഇപ്പോൾ സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പുഴയോട് ചേർന്നുള്ള അല്ലെങ്കിൽ കരയോട് ചേർന്നുള്ള ഭാഗത്ത് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനു മുമ്പേ തന്നെ ആ വാഹനം കണ്ടെത്താനാകുമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇടതുഭാഗം ചേർന്നുള്ള സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ പോലും 5-6 ദിവസം എടുത്തു എന്നുള്ളതും വലിയൊരു വീഴ്ചയാണ്. കാരണം ഒരു അപകടം ഉണ്ടാകുമ്പോൾ, പക്ഷേ അവിടെ വീഴ്ച എന്ന് പറയുമ്പോഴും എത്രത്തോളം മണ്ണ് മാറ്റാനാവും എന്നൊരു സംശയം എന്തായാലും ഇപ്പോഴുമുണ്ട്. കാരണം ഏതെങ്കിലും ഘട്ടത്തിൽ അവിടെ എത്തിച്ചേരണമെങ്കിൽ ഈ തുടർച്ചയായി മണ്ണിടിച്ചൽ ഉണ്ടാവുന്ന സാഹചര്യമാണ്. ആ മണ്ണിടിച്ചൽ ശരി സനീഷ്, ഞാൻ കൂടുതൽ വിവരങ്ങൾക്ക് അല്പസമയത്തിന് ശേഷം വരാം. അവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം, ആകാശ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവിടെ ഇപ്പോഴും തെരച്ചിൽ പുഴയിലും കരയിലുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ എത്രത്തോളം വീതിയുള്ളതാണ് ഈ പുഴ, ഗംഗാവലി പുഴ എന്നത് നമുക്ക് ബോധ്യപ്പെടുന്ന ദൃശ്യങ്ങളാണ്, ആകാശ ദൃശ്യങ്ങൾ നമുക്ക് കാണാമത്. അതിനകത്തൂടെ തെരച്ചിൽ നടത്തുകയാണ്. ഈ പുഴയുടെ ഒരു വശത്ത് ആണ് ഈ ഹൈവേ കടന്നു പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഇതിനകം തന്നെ അറിയാവുന്ന വിവരങ്ങളാണവ. അതിൻ്റെ വശത്തുള്ള മല ഒന്നാകെ ഇടിഞ്ഞ് ഈ റോഡിന് മുകളിലൂടെ ഈ നദിയിലേക്ക് വന്ന് പതിക്കുകയായിരുന്നു. നമുക്കിതിനകം തന്നെ അതറിയാം. മുഴുവൻ മലയാളികൾക്കും ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഇപ്പോൾ ഈ ഘട്ടത്തിൽ അറിയാവുന്നതേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഇത്രക്ക് ഗൗരവതരമായിട്ടുള്ള, ഇത്രക്ക് വലിയൊരു അപകടം സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഈ മലയിടിഞ്ഞ് വീണ് പുഴയിൽ വീണ് പുഴ നികന്നുണ്ടായ ചെറിയ തിട്ടകളാണ് നമ്മൾ കാണുന്നത്. ആ തിട്ടകൾക്കുള്ളിൽ അകപ്പെട്ടിട്ടുണ്ടാകാമോ ആ വാഹനം, ആ ട്രക്ക്, അതിനകത്ത് അർജുൻ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആലോചനകളിലൊന്ന്, പ്രധാനപ്പെട്ട ആശങ്കകളിലൊന്ന്. എല്ലാ വഴികളും നോക്കുന്നുണ്ട് എന്നാണ് തെരച്ചിലിനെത്തിയിരിക്കുന്ന സംഘങ്ങൾ പറയുന്നത്. കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം വിവരങ്ങളാണ് ലഭിക്കുന്നത്. സൈന്യത്തിൻ്റെ തെരച്ചിൽ വേണ്ട രീതിയിലായിരുന്നില്ല എന്ന വിമർശം കുടുംബത്തിന് മാത്രമല്ല, പൊതുവിൽ ഈ കാര്യങ്ങൾ ഇത്രയും ദിവസമായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെയും അത്തരമൊരു ആശങ്ക അല്ലെങ്കിൽ ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു സംശയമുണ്ട്. പക്ഷേ നമുക്ക് ആകാശ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം എത്രത്തോളം വലിയൊരു പ്രദേശത്താണ് ഈ മണ്ണ് അപ്പാടെ ഇടിഞ്ഞ് വീണത് എന്നത് നമുക്കറിയാം. നമുക്ക് ആ ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്, തത്സമയ ആകാശ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോഴും മണ്ണ് മാന്തി
മാറ്റുകയാണ്. പക്ഷേ അതിനകത്ത് ഇന്നലെ അർജുൻ്റെ അമ്മ വാർത്താ സമ്മേളനത്തിൽ അങ്ങേയറ്റം വൈകാരികമായിട്ട് പറഞ്ഞ വാചകങ്ങളിലൊന്ന് ഈ മണ്ണ് മാറ്റുന്നതിനെക്കുറിച്ചായിരുന്നു. മണ്ണ് ഒരു വശത്ത് നിന്നെടുത്ത് മറ്റൊരു വശത്തേക്ക് ഇടുകയാണ്. നേരത്തെ ഒരിക്കൽ അവിടെയാണ് ഉണ്ടാവുക വാഹനം എന്ന് പറഞ്ഞയിടത്തേക്കാണ് മണ്ണ് മാറ്റുന്നത് എന്നവർ പറഞ്ഞിരുന്നു. മണ്ണ് വളരെ ദൂരേക്ക് കൊണ്ടുപോയി അവിടെ പൂർണ്ണ തോതിലൊരു രക്ഷാപ്രവർത്തനം നടത്തുക, മുഴുവൻ മണ്ണും മാറ്റുക, അതിന് താഴേക്ക് മണ്ണ് നീക്കും തോറും നമ്മുടെ റഡാർ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ആ സിഗ്നൽ കണ്ടെത്തി ആ സിഗ്നൽ ഉള്ളിടത്ത് മാത്രമായിട്ട് കുഴിച്ച് ആളെ പുറത്തെത്തിക്കുക എന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു കാര്യങ്ങളിലേക്ക് അത് പോയിട്ടില്ല. അത് പോകാത്തതിന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല അത് എന്ന വിവരമാണ്, അല്ലെങ്കിൽ വിശദീകരണമായിരിക്കും രക്ഷാപ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാവുക എന്ന് വേണം മനസ്സിലാക്കാൻ, പ്രത്യേകിച്ചും കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷേ അതേസമയം കേരളത്തിൽ നിന്ന് പോയ ആളുകൾ കർണാടക സർക്കാരിൻ്റെയും ആ ഭാഗത്തു നിന്നുള്ള രക്ഷാപ്രവർത്തനങ്ങളുടെയും അതീവ നിസ്സംഗമായിട്ടുള്ള നിലപാട് അവർ വിമർശിക്കുന്നുണ്ട്. അക്കാര്യം നമ്മുടെ മുന്നിലുണ്ട്.